നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ BA എക്കണോമിക്സ് ക്ലാസ്സുകളിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റ് ആണ്. നാലാമത്തെ യൂണിറ്റ് ഇൻകം ആൻഡ് പ്രൈസ് എഫക്റ്റ്. നമ്മൾ ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നതിലൂടെ മൂന്ന് കാര്യങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത്. ഫസ്റ്റ് വൺ, ഫെമിലറൈസ് വിത്ത് ദ ഡീകോമ്പോസിഷൻ ഓഫ് പ്രൈസ് എഫക്റ്റ്. പ്രൈസ് എഫക്റ്റിന്റെ ഡീകോമ്പോസിഷൻ, അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ പ്രൈസ് കൺസംഷൻ കർവ് ആൻഡ് ഇൻകം കൺസംഷൻ കർവ്, ആൻഡ് ഫെമിലറൈസ് വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ്. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത്. ആദ്യം നമ്മൾ എന്താണ് ഇൻകം ആൻഡ് പ്രൈസ് എഫക്റ്റ് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് പ്രൈസ് എഫക്റ്റ്. The price effect എന്ന് പറഞ്ഞാൽ പ്രൈസ് എഫക്റ്റ് is the overall change in demand when the price of good change. അതായത് ഒരു ഗുഡ്സിന്റെ ഒരു കൊമഡിറ്റിയുടെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് ഓവറോൾ ഡിമാൻഡിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന എന്ന് നോക്കുന്നതിനെയാണ് പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രൈസ് എഫക്റ്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും അതേപോലെ തന്നെ ഇൻകം എഫക്റ്റും. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഇൻകം എഫക്റ്റും നോക്കുന്നതിന് മുന്നേ ഒരു ചെറിയൊരു ടോപ്പിക്, അതായത് പർച്ചേസിംഗ് പവർ എന്താന്ന് നോക്കാം. പർച്ചേസിംഗ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വാല്യൂ ഓഫ് മണി ഇൻ ടേംസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇറ്റ് ക്യാൻ ബൈ. അതായത് ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു സർവീസസ് വാങ്ങിക്കാനുള്ള ഒരു മണി വാല്യൂവിനെയാണ് പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത്. പർച്ചേസിംഗ് പവർ എന്താന്ന് പറഞ്ഞു. ഇനി നമുക്ക് പ്രൈസ് എഫക്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ സം ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആൻഡ് ഇൻകം എഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിന്റെയും ഇൻകം എഫക്റ്റിന്റെയും സമ്മിനെയാണ് പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻകം എഫക്റ്റ്, എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് നോക്കാം. ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ when the price of good falls, the consumer's real purchasing power increases. This increase in real income leads to higher consumption, which is called income effect. അതായത് ഒരു ഗുഡ്സിന്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ പർച്ചേസിംഗ് പവർ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിന് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും, ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു എഫക്റ്റിനെയാണ് ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത്. ഇഫ് ദ ഇൻകം എഫക്റ്റ് ഈസ് പോസിറ്റീവ്, ദ കൺസ്യൂമർ ബൈ മോർ, ആൻഡ് ഇൻകം ഈസ് നെഗറ്റീവ്, ഇൻകം എഫക്റ്റ് ഈസ് നെഗറ്റീവ്, ദ കൺസ്യൂമർ ബൈ ലെസ്. അതായത് ഇൻകം എഫക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുകയും കൺസ്യൂം ചെയ്യുകയും, ഇൻകം എഫക്റ്റ് കുറവാണെങ്കിൽ കുറച്ച് പർച്ചേസ് ചെയ്യും, കുറച്ച് കൺസ്യൂം ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് പറയുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? When the price of a good decreases, it becomes cheaper relative to substitute goods. Substitute goods എന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സെയിം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന, സെയിം പർപ്പസ് ഉള്ള രണ്ട് ഗുഡ്സിനെയാണ്. അപ്പോൾ ആ ഒരു രണ്ട് ഗുഡ്സിലെ ഏതാണോ ചീപ്പർ റേറ്റിൽ കൊടുക്കുന്നത് അതിലേക്കാണ് കൺസ്യൂമേഴ്സ് ചൂസ് ചെയ്യുക. ഓക്കെ, ദിസ് ലീഡ്സ് ടു കൺസ്യൂമർ ബൈ മോർ ഓഫ് ചീപ്പർ ഗുഡ്സ് റീപ്ലേസിംഗ് മോർ എക്സ്പെൻസീവ് ആൾട്ടർനേറ്റീവ്സ്. അതായത് രണ്ടും സെയിം പർപ്പസ് ആണ്, അതുകൊണ്ട് തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ്സ് റീപ്ലേസ് ചെയ്തുകൊണ്ട് ചീപ്പർ ഗുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സ് നോക്കും. ഓക്കെ, ദ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഈസ് ആൾവേസ് നെഗറ്റീവ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. വെൻ പ്രൈസ് റൈസസ് ദ ഡിമാൻഡ് ഡിക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. അതായത് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ഒരു ടോപ്പിക്കാണ് ഹിക്സിയൻ അപ്രോച്ച് ഓഫ് ഡീകോമ്പോസിഷൻ ഓഫ് പ്രൈസ് എഫക്റ്റ്. പ്രൈസ് എഫക്റ്റിന്റെ ഡീകോമ്പോസിഷൻ ഹിക്സിയൻ മെത്തേഡിലൂടെ, ഹിക്സിയൻ അപ്രോച്ചിലൂടെ എങ്ങനെയാണ് ഡീകോമ്പോസിഷൻ ഓഫ് പ്രൈസ് എഫക്റ്റ് നോക്കാം. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് പ്രൊഫസർ JR ഹിക്സ് ആണ്. ഹിക്സിയൻ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് പറയുന്നത് ദിസ് മെത്തേഡ് ഐസൊലേറ്റ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ബൈ അഡ്ജസ്റ്റിംഗ് ഇൻകം ടു കീപ് ദ കൺസ്യൂമർ ഓൺ ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതായത് കൺസ്യൂമേഴ്സിനെ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനിൽ നിർത്താൻ വേണ്ടിയിട്ട് ഇൻകത്തിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ഹിക്സിയൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ദിസ് എഫക്റ്റ് ഈസ് ബ്രോക്കൺ ഡൗൺ in a way that separate the influence of real income changes from the changes due to price difference. അതായത് പ്രൈസിൽ വരുന്ന ഡിഫറൻസും അതേപോലെ തന്നെ റിയൽ ഇൻകത്തിൽ വരുന്ന ഡിഫറൻസും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാണ് ഈ ഒരു അപ്രോച്ച് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് നമുക്കൊരു ഈ ഒരു എഫക്റ്റില്
ഈ ഒരു ഹിക്സിയൻ അപ്രോച്ചില് പറയുന്നത് ഹിക്സിയൻ അപ്രോച്ച് സെപ്പറേറ്റ്സ് ദ പ്രൈസ് എഫക്റ്റിനെ ഹിക്സിയൻ അപ്രോച്ച് സെപ്പറേറ്റ് ചെയ്യുന്നത് ഇൻകം എഫക്റ്റ് ആയിട്ടും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും. ടു ഐസൊലേറ്റ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഹിക്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഹൈപ്പോതെറ്റിക്കൽ ടാക്സ്. ഹിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ഹൈപ്പോതെറ്റിക്കൽ ടാക്സ് എന്ന് പറയുന്നത്. ഇറ്റ് റെഡ്യൂസസ് ദ കൺസ്യൂമേഴ്സ് ഇൻകം ബ്രിങ്ങിങ് ദം ബാക്ക് ടു ദ ഒറിജിനൽ ഇൻഡിഫറൻസ് കർവ് IC1. അതായത് ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മള് ഹൈപ്പോതെറ്റിക്കൽ ടാക്സ് എന്ന് പറയുന്നത് റെഡ്യൂസസ് ദ കൺസ്യൂമേഴ്സിന്റെ ഇൻകം റെഡ്യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ആദ്യത്തെ ഒറിജിനൽ ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവിലേക്ക് തന്നെ റിട്ടേൺ ആക്കിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഹൈപ്പോതെറ്റിക്കൽ ടാക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ പ്രൈസ് എഫക്റ്റ് കാണാനുള്ള PE കാണാനുള്ള ടോട്ടൽ പ്രൈസ് എഫക്റ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് പ്ലസ് ഇൻകം എഫക്റ്റ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് X1 X2 which is the residual effect after removing income changes. അതായത് ഇൻകം ചേഞ്ചസ് റിമൂവ് ചെയ്തുകൊണ്ടുള്ള റെസിഡ്യുവൽ എഫക്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഇൻകം എഫക്റ്റ്. എന്താണ് ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത്? which is the change in consumption due to altered real income. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ഡീകോമ്പോസിഷൻ, അതായത് സ്ലസ്കീസ് അപ്രോച്ച് ഓഫ് ഡീകോമ്പോസിഷൻ ഓഫ് പ്രൈസ് എഫക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഹിക്സിയൻ അപ്രോച്ച് ആണ്. ഇനി സ്ലസ്കീസ് അപ്രോച്ച് ആണ് പറയാനുള്ളത്. സ്ലസ്കീസ് അപ്രോച്ച് ഓഫ് ഡീകോമ്പോസിഷൻ ഓഫ് പ്രൈസ് എഫക്റ്റ്. നമ്മൾ ഹിക്സഡ് അപ്രോച്ചിൽ എന്താ പറഞ്ഞത്? നമ്മൾ ഇൻകം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം കൺസ്യൂമേഴ്സ് പുതിയ എക്വിലിബ്രിയത്തിൽ എത്തിയും അതായത് സെയിം ഡിഫറെന്റ് പോയിന്റ്സിൽ സെയിം ഇൻഡിഫറൻസ് കർവിൽ ഒരു പുതിയ ഇക്വിലിബ്രിയത്തിൽ എത്തുക എന്നുള്ളതാണ് ഹിക്സിന്റെ അപ്രോച്ചിൽ പറയുന്നത്. എന്നാൽ സ്ലസ്കീസിന്റെ അപ്രോച്ചിൽ എന്താ പറയുന്നത്? കൺസ്യൂമേഴ്സ് റിട്ടേൺ ടു ദ ഒറിജിനൽ ഇക്വിലിബ്രിയം ഓൺ ദ സെയിം ഇൻഡിഫറൻസ് കർവ് വിത്ത് ദ ഡിഫറെന്റ് പ്രൈസ് റേഷ്യോ. അതായത് ഡിഫറെന്റ് പ്രൈസ് റേഷ്യോയിൽ സെയിം ഇൻഡിഫറൻസ് കർവിൽ ആദ്യത്തെ ഒറിജിനൽ ഇക്വിലിബ്രിയത്തിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ്, ഒരു അപ്രോച്ചാണ് സ്ലസ്കീസ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ സ്ലസ്കീസ് മെത്തേഡ് ആണ് ഡീകോമ്പോസിഷൻ ഓഫ് പ്രൈസ് എഫക്റ്റിന് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് സ്ലസ്കിയുടെ അപ്രോച്ച് ആണ്. ഇവിടെ പറയുന്നത് സ്ലസ്കീസ് മെത്തേഡ് ദ റിയൽ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഈസ് അഡ്ജസ്റ്റഡ് ടു മെയിൻറ്റെയിൻ ദ പർച്ചേസിംഗ് പവർ ഓഫ് ദ ഒറിജിനൽ കൺസംഷൻ ബണ്ടിൽ. അതായത് റിയൽ ഇൻകം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, കൺസ്യൂമർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പർച്ചേസിംഗ് പവർ, ഒറിജിനൽ കൺസംഷൻ ബണ്ടിലെ പർച്ചേസിംഗ് പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റിയൽ ഇൻകത്തിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഡീകോമ്പോസിഷൻ ഓഫ് പ്രൈസ് എഫക്റ്റ് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ദ മൂവ്മെന്റ്സ് ഓഫ് നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ ഡീകോമ്പോസിഷൻ ഓഫ് പ്രൈസ് എഫക്റ്റ് ആണ്. ദ മൂവ്മെന്റ്സ് ഫ്രം X1 to X2 ഇസ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ഗ്രാഫിലുള്ള X1 നിന്നും X2 മൂവ്മെന്റ്സിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. X2 നിന്നും X3 മൂവ്മെന്റ്സിനെയാണ് ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കലി PE = SE + IE എന്നാണ്. ഇതാണ് ഡീകോമ്പോസിഷൻ ഓഫ് പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നത്. പ്രൈസ് എഫക്റ്റ് X1 നിന്നും X2 മൂവ് ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും X2 നിന്നും X3 മൂവ് ചെയ്യുന്നത് ഇൻകം എഫക്റ്റും ആണ്. അതുകൊണ്ട് തന്നെ BE = പ്രൈസ് എഫക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് പ്ലസ് ഇൻകം എഫക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഫോർ ഇൻഫീരിയർ ഗുഡ്സ്. ഇൻഫീരിയർ ഗുഡ്സിൽ എങ്ങനെയാണ് ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് വരുന്നത്? എന്താണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്ന ഗുഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്ന ഗുഡ്സിനെയാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഹിക്സിയൻ മെത്തേഡിൽ പറയുന്നത് യൂസ്ഡ് ടു ഡീകമ്പോസ് ദ പ്രൈസ് എഫക്റ്റ് ഇൻ ടു ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് എഫക്റ്റ്. ദ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഇൻക്രീസസ് ദ ക്വാണ്ടിറ്റി ഓഫ് എക്സ് ബട്ട് ദ ഇൻകം എഫക്റ്റ് റെഡ്യൂസ്ഡ് ഇറ്റ്. സിൻസ് എക്സ് ഈസ് എൻ ഇൻഫീരിയർ ഗുഡ്, ദ നെഗറ്റീവ് ഇൻകം എഫക്റ്റ് സോ സ്ട്രോങ് ദാറ്റ് overpowers and substitution effect, making the total product effective is negative. Making the total price effect negative. അതായത് ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് ഫോർ ഇൻഫീരിയർ ഗുഡ്സ് നമ്മൾ പറഞ്ഞു. നമ്മൾ ഇൻകം കൂടുന്ന ടൈമിൽ നമ്മൾ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കുറയുന്നതിനെയാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു ഡയഗ്രാം തന്നിട്ടുണ്ട്. അതിൽ ഗുഡ് എക്സ് ഉണ്ട്, ഗുഡ് വൈ ഉണ്ട്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഇൻഫീരിയർ ഗുഡും വൈ എന്ന് പറയുന്നത് നോർമൽ ഗുഡുമാണ്. എക്സിന്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ, അതായത് ഇൻഫീരിയർ ഗുഡ്സിന്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത്
അതായത് കൂടുതൽ തിങ്സ്, അതായത് രണ്ട് ഗുഡ്സും കൂടുതലായിട്ട് വാങ്ങാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. ഈ ഹിക്സിയൻ മെത്തേഡിൽ എന്താ പറയുന്നത്, ഈ ഒരു പ്രൈസ് എഫക്റ്റിനെ ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഡീകമ്പോസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഗിഫൺ ഗുഡ്സിൽ എങ്ങനെയാണെന്നാണ്. നമ്മളിപ്പോ ഇൻഫീരിയർ ഗുഡ്സിൽ എങ്ങനെയാണ് ഡീകമ്പോസ് ചെയ്യാന്ന് പറഞ്ഞു. ഇനി ഈ ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് ഫോർ ഗിഫൺ ഗുഡ്സ്, ഗിഫൺ ഗുഡ്സിൽ എങ്ങനെയാണ് ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്, അതില് ലോ ഓഫ് ഡിമാൻഡിനെ കുറിച്ച് പറയുന്നത്. ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ എന്താ പറഞ്ഞത്, പ്രൈസും ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എല്ലാ ടൈമിലും ഈ ഒരു ലോ സത്യമായിക്കൊള്ളുന്നില്ല. ചില ടൈമിൽ ഈ ഒരു ലോ തെറ്റിപ്പോകാം. അങ്ങനെ വരുന്ന ഒരു കേസാണ് ഗിഫൺ പാരഡോക്സ് എന്ന് പറയുന്നത്. ഗിഫൺ പാരഡോക്സ് എന്ന് പറയുന്നത് ഗിഫൺ ഗുഡ്സ് ആർ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ് വെൻ ദ ഇൻക്രീസ് ഇൻ പ്രൈസ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. അതായത് ഇൻഫീരിയർ ഗുഡ്സിലെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് എന്തെന്ന് ഗിഫൺ പാരഡോക്സ് എന്ന് ഗിഫൺ ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡും കൂടുന്ന ഗുഡ്സിനെയാണ് ഗിഫൺ ഗുഡ്സ് എന്ന് പറയുന്നത്. ദിസ് ഹാപ്പൻസ് ബിക്കോസ് ഇൻകം എഫക്റ്റ് ഡൊമിനേറ്റ്സ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. The paradox occurs when the given goods remains relatively cheaper compared to superior goods, leading consumers buy more of it and its price rises. അതായത് ഗിഫൺ ഗുഡ്സിന്റെ പ്രൈസ് കൂടിയാലും ഡിമാൻഡ് കൂടുന്ന ഒരു കേസാണ് ഗിഫൺ പാരഡോക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിൽ ഈ ഒരു ഗിഫൺ ഗുഡ്സിന്റെ കേസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻകം എഫക്ട് എങ്ങനെയാ വെച്ചാൽ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ്, ഗിഫൺ ഗുഡ്സിന്റെ ഡിമാൻഡും കുറയുന്നു. അതേപോലെ തന്നെ പ്രൈസ് കൂടുമ്പോൾ ഗിഫൺ ഗുഡ്സിന്റെ ഡിമാൻഡും കൂടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇൻകം ചേഞ്ചസ് എഫക്ട് ഓൺ, അതായത് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഇൻകം കൺസംഷൻ കർവിൽ വരുന്ന കൺസംഷൻ ഇക്വിലിബ്രിയാണ്. അതായത് ഇൻകം ചേഞ്ചസ് ആൻഡ് ദ എഫക്ട് ഓഫ് ചേഞ്ചസ് ഇൻ ഇൻകം ഓൺ കൺസ്യൂമർ ഇക്വിലിബ്രിയം, ഇൻകം കൺസംഷൻ കർവ്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഇൻകം കൺസംഷൻ കർവിനെ കുറിച്ചാണ്. ഇൻകം കൺസംഷൻ കർവിനെ കുറിച്ച് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ദാറ്റ് കണക്ട്സ് ദ ഇക്വിലിബ്രിയം പോയിന്റ്സ് of a consumer at a different income levels while keeping commodity prices constant. അതായത് എന്താണ് ഇൻകം കൺസംഷൻ കർവ് എന്ന് പറഞ്ഞാൽ, ഇൻകം കൺസംഷൻ കർവ് എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഇൻകം കൺസംഷൻ കർവ് എന്ന് പറയുന്നത് ഇത് കണക്ട് ദ ഇക്വിലിബ്രിയം പോയിന്റ്സ് ഓഫ് എ കൺസ്യൂമർ ഡിഫറെന്റ് ഇൻകം ലെവൽസ്, അതായത് ഡിഫറെന്റ് ഇൻകം ലെവൽസിലുള്ള ഇക്വിലിബ്രിയം പോയിന്റ്സിന്റെ, കൺസ്യൂമേഴ്സിന്റെ ഇക്വിലിബ്രിയം പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെയാണ് ഇൻകം കൺസംഷൻ കർവ് എന്ന് പറയുന്നത്. ദ ഡോക്യുമെന്റ്സ് സ്പെസിഫിക്കലി ഫോക്കസ്ഡ് ഓൺ നോർമൽ ഗുഡ്സ് വിച്ച് ഗുഡ്സ് ചൂസൺ ഡിമാൻഡ് increases as income rises. അതായത് നോർമൽ ഗുഡ്സിലാണ് മെയിൻ ആയിട്ട് ഈ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഡിമാൻഡ് കൂടുമ്പോൾ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്ന നോർമൽ ഗുഡ്സിലാണ് ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ഇവിടെ ബോത്ത് ഗുഡ്സ് ആർ നോർമൽ, അതായത് രണ്ട് ഗുഡ്സ് ഉണ്ടെങ്കിൽ രണ്ടും നോർമൽ ഗുഡ്സ് ആണെങ്കിൽ ICC കർവ് എന്ന് പറയുന്നത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും, ഇൻഡിക്കേറ്റിംഗ് എ പോസിറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഡിമാൻഡ് ഫോർ ബോത്ത് ഗുഡ്സ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻകവും ഡിമാൻഡും തമ്മിൽ പോസിറ്റീവ് റിലേഷൻ ആണ്, അതുകൊണ്ട് തന്നെ അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ദ ഡോക്യുമെന്റ് ആൾസോ ഹിൻസ് അറ്റ് എക്സ്പ്ലോറിംഗ് ദ ഷേപ്പ് ഓഫ് ICC when we goods and inferior when the demand might have differently. അതായത് നമുക്ക് ഇൻഡിഫറൻസ് കർവ്, അതായത് ഇൻകം കൺസംഷൻ കർവ് എന്നുള്ളത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. അതേപോലെ ഇൻകവും ഡിമാൻഡും തമ്മിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. പിന്നെ നമ്മൾ ഇൻകം കൺസംഷൻ, അതായത് ഇൻകം കൺസംഷൻ കർവ് എന്ന് പറയുന്നത് നോർമൽ ഗുഡ്സിന്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇൻഫീരിയർ ഗുഡ്സിന്റെ കേസിൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇൻകം കൺസംഷൻ കർവ് എന്നുള്ളത് ബാക്ക്വേർഡ് ബെൻഡിങ് അല്ലെങ്കിൽ നെഗറ്റീവ് ആവുമ്പോൾ എന്താണ്, വെൻ ബോത്ത് ഗുഡ്സ് ആർ നോർമൽ. ദിസ് ഈസ് ബിക്കോസ് ഇൻകം ഇൻക്രീസസ് ദ കൺസ്യൂമർ പ്രിഫർ ടു ബൈ ലെസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ്. അതായത് അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും നോർമൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയും ഇൻഫീരിയർ ഗുഡ്സ് കുറവ് പർച്ചേസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് പ്രൈസ് ചേഞ്ചസ് ആൻഡ് കൺസ്യൂമർ ഇക്വിലിബ്രിയം ആണ്. പ്രൈസ് കൺസംഷൻ കർവില് എങ്ങനെയാണ് പ്രൈസ് ചേഞ്ചസ് ഓൺ കൺസ്യൂമർ ഇക്വിലിബ്രിയം വരുന്നത്. പ്രൈസ് കൺസംഷൻ കർവിലെ പ്രൈസ് ചേഞ്ചസും അതേപോലെ തന്നെ കൺസ്യൂമർ ഇക്വിലിബ്രിയം ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ സെക്ഷനിൽ പറയുന്നത് ദിസ് സെക്ഷൻ എക്സാമിൻസ് ഹൗ കൺസ്യൂമർ റിയാക്റ്റഡ് ടു ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കൺസ്യൂമേഴ്സ് റിയാക്ട് ചെയ്യുന്നത് എന്നാണ് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്.
fall in price benefits of consumers, making them better off. The rise in price makes consumer worse off. അതായത് പ്രൈസ് കുറയുമ്പോൾ കൺസ്യൂമേഴ്സിന് ബെനിഫിറ്റും പ്രൈസ് കൂടുമ്പോൾ കൺസ്യൂമേഴ്സിന് ബെനിഫിറ്റ് വേഴ്സ് ഓഫ് ആണ്. നെക്സ്റ്റ് പറയുന്നത് നമുക്ക് ഈ ഒരു പ്രൈസ് കൺസംഷൻ കർവില് രണ്ട് പോസിബിൾ സ്ലോപ്സ് ആണുള്ളത്. ഈ പ്രൈസ് കൺസംഷൻ കർവില് രണ്ട് പോസിബിൾ സ്ലോപ്സ് ആണുള്ളത്, അപ്വേർഡ് സ്ലോപ്പിങ്ങും അതേപോലെ തന്നെ ഡൗൺവേർഡ് സ്ലോപ്പിങ്ങും. അപ്വേർഡ് സ്ലോപ്പിംഗ് പ്രൈസ് കൺസംഷൻ എങ്ങനെയാണ്, അതേപോലെ തന്നെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് പ്രൈസ് കൺസംഷൻ എങ്ങനെയാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്വേർഡ് അതായത് പ്രൈസ് കൺസംഷൻ കർവില് രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്, രണ്ട് പോസിബിലിറ്റീസ് ഓഫ് സ്ലോപ്പ് ആണുള്ളത്, അപ്വേർഡ് സ്ലോപ്പിങ്ങും ഡൗൺവേർഡ് സ്ലോപ്പിങ്ങും. അപ്വേർഡ് സ്ലോപ്പിംഗിലാണ് ഫസ്റ്റ് പറയുന്നത് വെൻ ഗുഡ് രണ്ട് ഗുഡ്സ് ഉണ്ട്, ഗുഡ്സ് എക്സും ഗുഡ് വൈയും. അതിൽ ഗുഡ് എക്സിന്റെ പ്രൈസ് കുറയാണ്, അപ്പോൾ കൺസ്യൂമേഴ്സ് കൂടുതലായിട്ട് ഗുഡ്സും അതെ വെൻ പ്രൈസ് ഓഫ് ഗുഡ് എക്സ് ഫാൾസ് ദ കൺസ്യൂമേഴ്സ് ബൈ മോർ ഓഫ് ബോത്ത് ഗുഡ് എക്സ് ആൻഡ് വൈ. അതായത് എക്സിന്റെ പ്രൈസ് കുറയാണെങ്കിൽ ഗുഡ് എക്സും ഗുഡ് വൈയും കൺസ്യൂമേഴ്സ് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യും. ദിസ് റിസൾട്ട് ഇൻ ദ ഇൻക്രീസ് ഇൻ ദ കൺസംഷൻ ഓഫ് ബോത്ത് ഗുഡ്സ് ലീഡിംഗ് ടു ആൻ അപ്വേർഡ് മൂവ്മെന്റ് ഇൻ ദ PPC. അതായത് രണ്ട് ഗുഡ്സും കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗ്രാഫ് നമ്മൾ അപ്വേർഡ് മൂവിംഗ് ആണ് ഉണ്ടാവുക. അതാണ് അപ്വേർഡ് സ്ലോപ്പിംഗ് പ്രൈസ് കൺസംഷൻ. രണ്ടാമത്തെയാണ് എന്തുകൊണ്ടാണ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് പ്രൈസ് കൺസംഷൻ. ഇപ്പോൾ എക്സിന്റെ പ്രൈസ് കുറയാണ്, പക്ഷെ ഇൻക്രീസ് കൺസംഷൻ ഓഫ് ഗുഡ് ബട്ട് ഡിക്രീസ് കൺസംഷൻ ഓഫ് ഗുഡ് വൈ. അതായത് എക്സിന്റെ പ്രൈസ് കുറഞ്ഞാല് എക്സ് കൂടുതലായിട്ട് വാങ്ങുകയും വൈ കുറവ് വാങ്ങുകയും ചെയ്താല് ഇവിടെ എന്ന് പറയുന്നത് പ്രൈസ് ഇൻഫീരിയർ ഗുഡ്സ് ആണ്, വൈ എന്ന് പറയുന്നത് ഇൻഫീരിയർ ഗുഡ് ആണ്. അതുകൊണ്ട് തന്നെ ദിസ് ലീഡ്സ് ടു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ടു PPC ബിക്കോസ് കൺസംഷൻ ഓഫ് വൈ ഫാൾസ്. അതായത് എക്സ് കൂടുതൽ വാങ്ങിക്കുന്നുണ്ട് പക്ഷെ വൈ കുറവ് വാങ്ങിക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഇത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് വരിക. ഓക്കെ, ഇനി ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ദ ഷേപ്പ് ഓഫ് ദ പ്രൈസ് കൺസംഷൻ കർവ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ കൺസ്യൂമർ റിയാക്ട് ടു ദ പ്രൈസ് ചേഞ്ച്. അതായത് ഒരു പ്രൈസ് ചേഞ്ച്, ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ആ കൺസ്യൂമർ അതിനെ റിഫ്ലക്ട് ചെയ്യുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിന് റിയാക്ട് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ICC പ്രൈസ് കൺസംഷൻ കർവിന്റെ ഷേപ്പ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇഫ് ദ കൺസംഷൻ ഓഫ് ബോത്ത് ഗുഡ്സ് ഇൻക്രീസസ് PPC അപ്വേർഡ്. അതായത് രണ്ട് ഗുഡ്സിന്റെ കൺസംഷനും കൂടുകയാണെങ്കിൽ PPC അപ്വേർഡ് ആയിരിക്കും. എന്നാൽ ഒരു ഗുഡ്സിന്റെ കൺസംഷൻ കൂടുകയും ഒരു ഗുഡ്സിന്റെ കൺസംഷൻ കുറയുകയും ചെയ്യുകയാണെങ്കിൽ PPC എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ബാക്ക്വേർഡ് സ്ലോപ്പിംഗ് PPC ആണ്. ബാക്ക്വേർഡ് സ്ലോപ്പിംഗ് PPC എന്ന് പറഞ്ഞാൽ which occurs when the price reduction of one good leads to lower consumption contrary to the usual law of demand. This phenomenon is observed in given goods where demand increases price and decreases when with the price and decreases when the price falls. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗുഡ്സ്, അതായത് ഒരു ഗുഡ് അത്യാവശ്യം കൺസ്യൂം ചെയ്യുമ്പോൾ ഒരു എക്സ് എന്നുള്ള ഗുഡ്സിന്റെ പ്രൈസ് കുറയുമ്പോൾ രണ്ട് ഗുഡ്സ് ഉണ്ടെങ്കിൽ എക്സും വൈ ഉണ്ടെങ്കിൽ അതിൽ എക്സിന്റെ കൺസംഷൻ കൂടുതലായിട്ട് ഉണ്ടാവും, പക്ഷെ വൈ കുറയുകയാണെങ്കിൽ അപ്പോഴാണ് ബാക്ക്വേർഡ് ബെൻഡിങ് PPC ഉണ്ടാവുക. വിച്ച് ഒക്യൂസ് ദ പ്രൈസ് റിഡക്ഷൻ ഓഫ് ഗുഡ്സ് ലീഡ് ടു ലോവർ കൺസംഷൻ. അതായത് പ്രൈസ് റിഡക്ഷന് ലോവർ കൺസംഷനിലേക്ക് ലീഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴാണ് ബാക്ക്വേർഡ് ബെൻഡിങ് PPC ഉണ്ടാവുക. ഇനി നമുക്ക് പറയാനുള്ളത് ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ് from price consumption curve. derivation of demand curve from price consumption curve. PPC യിലെ derivation of demand ആണ്. PPC shows how quantity of good purchased changes as its price varies. അതായത് PPC കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഓഫ് എ ഗുഡ് പർച്ചേസ്ഡ് ചേഞ്ചസ് ആസ് ഇറ്റ് പ്രൈസ് വേരീസ്. അതായത് പ്രൈസ് വേരി ചെയ്യുന്നതിനനുസരിച്ച് എത്രമാത്രം ഗുഡ് പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട് എന്നതാണ് പ്രൈസ് കൺസംഷൻ കർവിൽ കാണിക്കുന്നത്. ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ്. സിൻസ് ദ ഡിമാൻഡ് കർവ് ആൾസോ റിലേറ്റ്സ് ദ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇറ്റ് ക്യാൻ ഡിറൈവ്ഡ് ഫ്രം PPC. നോർമലി ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് പ്രൈസിനെയും ക്വാണ്ടിറ്റി ഡിമാൻഡിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇത് PPC യിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നു. The equation of the budget line is px into x plus py into y equal to m, meaning the price implicitly included in the PPC. ഓക്കെ, ഇനി ഈ ഒരു ഇതിലും നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ കാണിക്കുന്നുണ്ട് ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ് ഓഫ് എ ഗിവൺ ഗുഡ്സ് ഫ്രം PPC.
നോർമൽ ഗുഡ്സിൽ എങ്ങനെയാണ് വരിക, അതേപോലെ തന്നെ ഗിഫൺ ഗുഡ്സിൽ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ദ നോർമൽ ഗുഡ്സ്. നോർമൽ ഗുഡ്സിന്റെ കേസിലാണെങ്കിൽ when the price of normal good decreases the consumers budget line become flatter. അതായത് നോർമൽ ഗുഡ്സിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഫ്ലാറ്റർ ബിക്കംസ് ഫ്ലാറ്റർ ആയിരിക്കും. ദിസ് ലീഡ്സ് ടു ഇൻക്രീസ് ദ കൺസംഷൻ ഓഫ് ബോത്ത് ഗുഡ് എക്സ് ആൻഡ് വൈ. അതായത് രണ്ട് ഗുഡ്സിന്റെയും കൺസംഷന് കൂടാന് ഈ ഒരു ഇത് കാരണമാകും, ഇൻക്രീസ് ചെയ്യും. The demand curve of a normal good slopes downwards, meaning that as the price decreases the quantity demanded increases. ഇവിടെ എന്ന് പറഞ്ഞാല് ഗ്രാഫ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് നോർമൽ ഗുഡിന്റെ കേസ്. ഇൻഫീരിയർ എന്ന ഗിഫൺ ഗുഡ്സിന്റെ കേസിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡും കുറയാണ് ചെയ്യുന്നത്. ഗിഫൺ ഗുഡ്സിന്റെ കേസിൽ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡും കുറയാണ് ചെയ്യുന്നത്. ഇവിടെ അപ്വേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആണ്. നമ്മൾ നോർമൽ ഗുഡ്സിന്റെ കേസിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, എന്നാൽ ഗിഫൺ ഗുഡ്സിന്റെ കേസിൽ അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു പുതിയ ടോപ്പിക് ആണ് കൺസ്യൂമർ സർപ്ലസ് എന്നുള്ളത്. കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്യൂമർ സർപ്ലസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ജൂൾസ് ഡെപ്യൂട്ട് ആണ്. ജൂൾസ് അത് പിന്നീട് ആൽഫ്രഡ് മാർഷലിലൂടെയാണ് ഇത് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സിലാണ് ഇതിനെ കുറിച്ച് ഈ ഒരു കൺസ്യൂമർ സർപ്ലസ് എന്നുള്ളത് പ്രതിപാദിച്ചിട്ടുള്ളത്. പിന്നീട് അദ്ദേഹത്തിന്റെ ശേഷവും JR ഹിക്സ് ഒന്നുകൂടി ഈ ഒരു കൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും ആൽഫ്രഡ് മാർഷലിന്റെ ഈ ഒരു ബുക്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്നുള്ള ബുക്കിലൂടെയാണ് ഈ ഒരു കൺസെപ്റ്റ് കൺസ്യൂമർ സർപ്ലസ് എന്നുള്ള കൺസെപ്റ്റ് കുറച്ചുകൂടി പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത്. മാർഷേലിയൻ കൺസ്യൂമർ സർപ്ലസ്, അതായത് ഇതിനെ മാർഷേലിയൻ കൺസ്യൂമർ സർപ്ലസ് എന്നറിയപ്പെടുന്നുണ്ട്. ഇത് അസ്യൂം ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഇന്റർപേഴ്സണൽ യൂട്ടിലിറ്റീസ് ആർ കമ്പയറബിൾ, അതായത് ഇന്റർപേഴ്സണൽ യൂട്ടിലിറ്റീസ് കമ്പയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ യൂട്ടിലിറ്റി ഈസ് കാർഡിനലി മെഷറബിൾ, യൂട്ടിലിറ്റി നമുക്ക് ന്യൂമറിക്കൽ വാല്യൂവിൽ മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ രണ്ട് അസംഷൻസ് ആണ് മാർഷേലിയൻ കൺസ്യൂമർ സർപ്ലസിനുള്ളത്. അതിൽ പറയുന്ന ഒരു ടോപ്പിക്കാണ് വില്ലിംഗ്നെസ് ടു പേ എന്നുള്ളത്. വില്ലിംഗ്നെസ് ടു പേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാക്സിമം പ്രൈസ് ഓഫ് എ കൺസ്യൂമർ ഈസ് റെഡി ടു പേ ഫോർ എ കൊമഡിറ്റി ഓർ സർവീസസ്. ഒരു കൺസ്യൂമർ ഒരു കൊമഡിറ്റിക്ക് അല്ലെങ്കിൽ ഒരു സർവീസിന് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള മാക്സിമം എമൗണ്ടിനെയാണ് വില്ലിംഗ്നെസ് ടു പേ എന്ന് പറയുന്നത്. എ കൺസ്യൂമർ വിൽ ഓൺലി പേ എ പ്രൈസ് ഈക്വൽ ഓർ ലോവർ ദാൻ ദെയർ വില്ലിംഗ്നെസ് ടു പേ. ഒരു കൺസ്യൂമർ ആ ഒരു വില്ലിംഗ്നെസ് ടു പേ ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ അതിന് താഴെ മാത്രമേ എന്ത് കൊടുക്കുള്ളൂ, എമൗണ്ട് കൊടുക്കുള്ളൂ, പ്രൈസ് കൊടുക്കുള്ളൂ. അപ്പൊ എന്താണ് വില്ലിംഗ്നെസ് ടു പേ എന്ന് പറഞ്ഞാല് ഒരു കൊമഡിറ്റി അല്ലെങ്കിൽ ഒരു സർവീസ് വാങ്ങാൻ കൺസ്യൂമേഴ്സിന് വില്ലിംഗ് ആയിട്ടുള്ള മാക്സിമം എമൗണ്ടിനെയാണ് വില്ലിംഗ്നെസ് ടു പേ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞാൽ കൺസ്യൂമർ സർപ്ലസ് എന്താന്ന് പറയുന്നുണ്ട്. എന്താണ് കൺസ്യൂമർ സർപ്ലസ്? നമ്മൾ പറഞ്ഞു ആൽഫ്രഡ് മാർഷലിന്റെയാണ് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത്. കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു പേ ഫോർ എ ഗുഡ് ഓർ സർവീസസ് ആൻഡ് ദ എമൗണ്ട് ഓഫ് ആക്ച്വലി പെയ്ഡ്. അതായത് എത്രയാണോ ഒരു കൺസ്യൂമർ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള എമൗണ്ട്, അതും എത്രയാണോ ആക്ച്വലി കൊടുത്തിട്ടുള്ള എമൗണ്ടും ആ രണ്ട് എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്തെന്ന് പറയുന്നത് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. ഇനി മാർഷലിന്റെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു മാർഷൽ, കൺസ്യൂമർ സർപ്ലസ് ഈസ് ദ എക്സസ് പ്രൈസ് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു പേ rather than go without the good compared to the actual price paid. It is an economic measure of satisfaction derived from purchasing goods. നമ്മൾ ഈ ഒരു ഡെഫിനേഷനിലൂടെ ഈ ഒരു കൺസ്യൂമർ സർപ്ലസിൽ വരുന്ന കീ പോയിന്റ്സ് എന്ന് വെച്ചാൽ ഇഫ് ദ പ്രൈസ് ഓഫ് ഗുഡ് ഗ്രേറ്റർ ദാൻ വാട്ട് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു പേ വി ഡോണ്ട് ബൈ ഇറ്റ്. അതായത് നമ്മൾ ഒരു കൺസ്യൂമർ ഒരു എമൗണ്ട് അദ്ദേഹത്തിന്റെ വില്ലിംഗ്നെസ് ടു പേ ആയിരിക്കും, അതിനെക്കാട്ടിൽ കൂടുതലാണ് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് വെച്ചെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് അദ്ദേഹം വാങ്ങില്ല. എന്നാൽ ആ പ്രൈസിനെക്കാട്ടിൽ കുറവാണ്, വില്ലിംഗ്നെസ് ടു പേനെക്കാട്ടിലും കുറവാണ് ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് വെച്ചെങ്കിൽ ഹാപ്പി ടു ബൈ ഇറ്റ്, അതായത് ഹാപ്പി ആയിട്ട് അത് വാങ്ങിക്കാൻ പറ്റും. എന്നാൽ ഈക്വൽ ആണ്, വില്ലിംഗ്നെസ് ടു പേക്ക് ഈക്വൽ ആണെങ്കിൽ അത് പറഞ്ഞാൽ ഇൻഡിഫറെന്റ് ആയിട്ട് അത് വാങ്ങിക്കും, വില്ലിംഗ്നെസ് ടു പേ അത് വാങ്ങിക്കും. ഓക്കെ,
ഇപ്പോൾ ഇനി നെക്സ്റ്റ് പറയാനുള്ളത് മാർഷേലിയൻ അപ്രോച്ച് ടു കൺസ്യൂമർ സർപ്ലസ്. കൺസ്യൂമർ സർപ്ലസിന്റെ മാർഷേലിയൻ അപ്രോച്ച് ആണ് നെക്സ്റ്റ് പറയാനുള്ളത്. മാർഷ്യൽ എക്സ്പ്ലെയിൻസ് ദ പ്രൈസ് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു പേ എ ഗുഡ് റെപ്രസെന്റ്സ് ദ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ഇറ്റ്. അതായത് മാർഷ്യൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കൺസ്യൂമറുടെ വില്ലിംഗ്നെസ് ടു പേ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് അവരുടെ യൂട്ടിലിറ്റിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കൺസ്യൂമർ സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിഗ്മ എം യു മൈനസ് പി ക്യു എന്നുള്ളതാണ്. ഇവിടെ സിഗ്മ എം യു എന്ന് പറയുന്നത് അഗ്രഗേറ്റ് ഓഫ് മാർജിനൽ യൂട്ടിലിറ്റീസ്, പി എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് കോമഡിറ്റി, ക്യു എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി കൺസ്യൂംഡ് ആണ്. ദിസ് കൺസെപ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ law of diminishing marginal utility, which states that consumer increases and additional satisfaction from each extra unit decreases. Consequently, consumer are willing to pay less for additional units. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിനെയാണ്. അതായത് നമ്മൾ കൺസംഷൻ കൂടുതലായിട്ട് അഡീഷണൽ യൂണിറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് കൺസംഷൻ നടത്തുകയാണെങ്കിൽ ഓരോ അഡീഷണൽ യൂണിറ്റ്സിന് വരുന്ന എക്സ്ട്രാ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കൺസ്യൂമർ എക്സ്ട്രാ കൊടുക്കുന്ന അഡീഷണൽ യൂണിറ്റ്സിന് വില്ലിംഗ്നെസ് ടു പേ കൊടുക്കാൻ തയ്യാറാവില്ല, കുറവായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് കൺസ്യൂമർ സർപ്ലസിന്റെ കാൽക്കുലേഷൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ റേഷണൽ കൺസ്യൂമർ വിൽ കണ്ടിന്യൂ ബൈയിങ് അണ്ടിൽ ദ പ്രൈസ് ഈക്വൽ ടു ദ മാർജിനൽ യൂട്ടിലിറ്റി. റേഷണൽ കൺസ്യൂമർ എപ്പോഴും എന്താ മാർജിനൽ യൂട്ടിലിറ്റിക്ക് ഈക്വൽ ആവുന്നത് വരെ ബൈ ചെയ്തുകൊണ്ടിരിക്കും. ഇൻ ദിസ് കേസ് ദ കൺസ്യൂമർ സ്റ്റോപ്സ് 5 യൂണിറ്റ്സ് വിത്ത് ദ ടോട്ടൽ കൺസ്യൂമർ സർപ്ലസ് 20. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറയുന്നത് ഇനി ഒരു അപ്രോച്ച് പറയുന്നുണ്ട്, ഹിക്സിയൻ അപ്രോച്ച് ഓഫ് കൺസ്യൂമർ സർപ്ലസ്. കൺസ്യൂമർ മാർഷേലിയൻ അപ്രോച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഹിക്സിയൻ അപ്രോച്ച് ആണ്. ഹിക്സിയൻ അപ്രോച്ച് ഓഫ് കൺസ്യൂമർ സർപ്ലസ്. ഹിക്സിയൻ അപ്രോച്ച് വിച്ച് റിലീവ്സ് ഓൺ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് റാദർ ദാൻ ന്യൂമറിക്കൽ മെഷേഴ്സ് ഓഫ് യൂട്ടിലിറ്റി. അതായത് നമ്മൾ ഹിക്സിയൻ മാർഷേലിയൻ അപ്രോച്ചിൽ പറഞ്ഞത് ന്യൂമറിക്കൽ മെഷർ ആണ്, നമുക്ക് യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആണ് ഇതാക്കുന്നത്, ഫോളോ ചെയ്യുന്നത്. ഹിക്സിയൻ അപ്രോച്ച് ഫോളോ ചെയ്യുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആണ്. ന്യൂമറിക്കൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി, അതായത് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് ഹിക്സിയൻ അപ്രോച്ചിലൂടെ പറയുന്നത്. ദിസ് മെത്തേഡ് അവോയ്ഡ്സ് ദ ക്രിറ്റിസിസം ഓഫ് യൂസിംഗ് കാർഡിനൽ നമ്പേഴ്സ് ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് യൂസസ് ഇൻഡിഫറൻസ് കവേഴ്സ് ടു മെഷർ ദ കൺസ്യൂമർ സർപ്ലസ്. ഇവിടെ പറയുന്ന ഈ ഒരു തിയറിയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ കാർഡിനൽ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നതിന് പകരം ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് യൂസ് ചെയ്യുക. നമ്മൾ കൺസ്യൂമർ സർപ്ലസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂമറിക്കൽ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നതിന് പകരം എന്ത് യൂസ് ചെയ്യുക, ഇൻഡിഫറൻസ് കർവ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ഇറ്റ് മെഷേഴ്സ് ദ കൺസ്യൂമർ സർപ്ലസ് യൂസിങ് ഇൻഡിഫറൻസ് കർവിംഗ് അവോയ്ഡിങ് കാർഡിനൽ യൂട്ടിലിറ്റി. അതായത് ന്യൂമറിക്കൽ മെഷർമെന്റ് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇൻഡിഫറൻസ് കർവ് യൂസ് ചെയ്തുകൊണ്ട് കൺസ്യൂമർ സർപ്ലസ് മെഷർ ചെയ്യുന്നതിനാണ് ഹിക്സിയൻ കൺസ്യൂമർ സർപ്ലസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഹിക്സ് അപ്രോച്ച് ഈസ് കൺസിഡേർഡ് superiors to Marshall's version which relieves on cardinal utility. മാർഷൽ വേർഷന്റെ സുപ്പീരിയർ ആയിട്ടാണ് ഹിക്സിന്റെ അപ്രോച്ചിനെ കാണുന്നത്. ഇത് പറഞ്ഞാൽ കാർഡിനൽ യൂട്ടിലിറ്റിയിൽ നിന്നൊരു റിലീഫ് ആണ്. ഓർഡിനൽ യൂട്ടിലിറ്റിനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളതാണ് പ്രൈസ് ചേഞ്ച് ആൻഡ് കൺസ്യൂമർ സർപ്ലസ്. പ്രൈസ് ചേഞ്ചും അതേപോലെ തന്നെ കൺസ്യൂമർ സർപ്ലസും എങ്ങനെയാണ് ഇവിടെ പറയുന്നത്, പ്രൈസ് ചേഞ്ച് ആഫ്റ്റർ കൺസ്യൂമർ സർപ്ലസ് അഫക്ട് ദ കൺസ്യൂമർ സർപ്ലസിനെ എങ്ങനെയാണ് പ്രൈസ് ചേഞ്ച് ചെയ്യുന്നത് എന്നാണ്. എന്താണ് കൺസ്യൂമർ സർപ്ലസ്? കൺസ്യൂമർ സർപ്ലസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈസ് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു പേ ആൻഡ് ദ ആക്ച്വൽ പ്രൈസ് പെയ്ഡ്. അതായത് എത്രയാണോ ഒരു കൺസ്യൂമർ പേ ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ളത് ആ ഒരു എമൗണ്ടും എത്രയാണോ ആക്ച്വലി കൊടുത്തിട്ടുള്ള എമൗണ്ടും അത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. ഇനി ഈ കൺസ്യൂമർ സർപ്ലസിന്റെ പ്രൈസിൽ വരുന്ന ചേഞ്ച് എങ്ങനെയെല്ലാം എഫക്ട് ചെയ്യുന്നു എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. എഫക്ട് ഓൺ പ്രൈസ് ഓൺ കൺസ്യൂമർ സർപ്ലസ് ബിഫോർ പ്രൈസ് ചേഞ്ചും ആഫ്റ്റർ പ്രൈസ് ചേഞ്ചും. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ബിഫോർ പ്രൈസ് ചേഞ്ച്. ഇനീഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് പി ആണ്. കൺസ്യൂമർ പർച്ചേസ് OQ നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ബിഫോർ പ്രൈസ് ചേഞ്ചിൽ ഇനീഷ്യൽ പ്രൈസിനെ P ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. കൺസ്യൂമർ പർച്ചേസിനെ OQ യൂണിറ്റ്സ് ആണ്. ഇവിടെ
ടോട്ടൽ പ്രൈസ് പെയ്ഡ് റെപ്രസെന്റ് ചെയ്യുന്ന ഏരിയയാണ് OPAQ എന്നാണ്. മാക്സിമം എമൗണ്ട് കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു പേ ഷോൺ ബൈ ദ ഏരിയ ODAQ ആണ്. കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ ഏരിയ ആണ് DAP. അതായത് കൺസ്യൂമർ സർപ്ലസ് എങ്ങനെയാണെന്ന് നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെയാണ് കാണിക്കുന്നത്. ഇനി പ്രൈസ് ഫാൾ ചെയ്താൽ ആഫ്റ്റർ പ്രൈസ് ഫാൾ ടു P0, പിയിൽ നിന്നും P0യിലേക്ക് കുറയുകയാണെങ്കിൽ എങ്ങനെയാണ്? പ്രൈസ് ഡ്രോപ്സ് ടു P0 ഇൻക്രീസിംഗ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് Q1. അതായത് പ്രൈസ് കുറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. അതുപോലെ ടോട്ടൽ പെയ്ഡ് ഷോൺ ബൈ ഏരിയ P0 CQ1 എന്നാകും. ന്യൂ കൺസ്യൂമർ സർപ്ലസ് ഏരിയ വരും. ഇവിടെ എക്സ്ട്രാ ബെനിഫിറ്റ് ഗെയിൻഡ് ഡ്യൂ ടു ദ ഡ്രോപ്പ് ഇൻ ദ ഷെയ്ഡഡ് ഏരിയ. അതായത് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെയാണ് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു കൺസ്യൂമർ സർപ്ലസിനെ പ്രൈസ് ചേഞ്ച് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു ഇതിൽ പറഞ്ഞത്. ബിഫോർ പ്രൈസ് ചേഞ്ച് വരുന്നതിന് മുമ്പ്, പ്രൈസ് ചേഞ്ച് വന്നതിന് ശേഷം എങ്ങനെയെല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൈസ് എഫക്റ്റിന്റെ ഡീകോമ്പോസിഷൻ, അതേപോലെ തന്നെ പ്രൈസ് കൺസംഷൻ കർവും ഇൻകം കൺസംഷൻ കർവും, പിന്നെ അതേപോലെ തന്നെ കൺസ്യൂമർ സർപ്ലസ് എന്നുള്ള കൺസെപ്റ്റുമാണ് പഠിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് യൂണിറ്റിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. Thank you.